അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. എന്റെ മുത്തുകളെ, സത്തുകളെ, കരളുകളെ, കുളിരുകളെ, പഞ്ചാര കുഞ്ചുകളെ. എടാ, 8ാം ക്ലാസ് ഈസിയാണോ അതോ ടഫാണോ? 8ാം ക്ലാസ് പ്രശ്നമാണോ? സിമ്പിൾ ആയിട്ട് ഒരു മറുപടി ഞാൻ പറഞ്ഞുതരാം. 8ാം ക്ലാസ് ഈസിയാണ്. പക്ഷെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒളിച്ചിരിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ അഡ്രസ്സ് ചെയ്ത് അതിനെ കൃത്യമായിട്ട് ഫേസ് ചെയ്ത് അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 8ാം ക്ലാസ് എന്ത് ചെയ്യാം, ചിൽ മൂഡിൽ പഠിക്കാം. ഞാൻ ചുമ്മാ പറയുന്നില്ല, വെറുതെ തള്ളി മറിക്കുന്നില്ല. വ്യക്തവും കൃത്യവുമായിട്ടുള്ള റീസൺ ഞാൻ നിർത്തി തരാം. ഞാൻ പറയാം എന്തുകൊണ്ടാണ് 8ാം ക്ലാസ്സിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് 7ാം ക്ലാസ് വരെ ഗ്രേഡിംഗ് സിസ്റ്റം ആയിരുന്നു. ഗ്രേഡിംഗ് സിസ്റ്റം, അതായത് എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ്, ഡി ഗ്രേഡ്, അങ്ങനെയുള്ള ഗ്രേഡിംഗ് സിസ്റ്റം ആയിരുന്നു. പക്ഷെ 8ാം ക്ലാസ്സിൽ ഈ ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ടെങ്കിലും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 8ാം ക്ലാസ്സിൽ എന്താണ്, മാർക്കിംഗ് സിസ്റ്റമാണ്. അതായത് മുമ്പ് ഒരു 40ൽ ഒരു 36 കിട്ടിയ ഒരാൾ, ഒരു മിനിറ്റ്, മുമ്പ് 40ൽ 36 കിട്ടിയ ഒരാൾക്ക് എന്താണ്, എ ഗ്രേഡ് ആണ്. 40ൽ 40 കിട്ടിയ ആളുകൾക്കും എ ഗ്രേഡ് ആണ്. 40ൽ 37 കിട്ടിയ ആളുകൾക്കും എ ഗ്രേഡ് ആണ്. പക്ഷെ അവരുടെ മാർക്കൊന്നും നമ്മൾക്ക് അറിയണ്ടാവില്ല. പക്ഷെ ആക്ച്വലി 40ൽ 36 കിട്ടിയ ആളാണോ 40ൽ 40 കിട്ടിയ ആളാണോ ടോപ്പ്, 40ൽ 40 കിട്ടിയ ആളാണോ ടോപ്പ്? പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം രണ്ടാൾക്കും ഗ്രേഡ് എന്താ കൊടുക്കുക, എ ഗ്രേഡ് എന്നാ കൊടുക്കുക. അപ്പോൾ അതിൽ കൃത്യമായിട്ട് എന്തില്ല, ഒരു ബാരിയർ ഒന്നുമില്ല. അത് രണ്ട് കൂട്ടരെയും ഒരേപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. പക്ഷെ 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അങ്ങനെയല്ല. 40ൽ 36 കിട്ടിയവനും 40ൽ 40 കിട്ടിയവനും രണ്ടും രണ്ടാ. കാരണം എന്താ, അത് മാർക്ക് ബേസ്ഡ് ആണ്. അവിടെ ഗ്രേഡ് ഉണ്ടെങ്കിലും ഗ്രേഡ് ഇങ്ങനെ വെറുതെ ഇട്ടുകൊടുക്കും. പക്ഷെ അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഓരോ മാർക്കും 8ാം ക്ലാസ്സിൽ എത്തുമ്പോൾ എന്താണ്, വിലപ്പെട്ടതാണ്. സംസാ അതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കോണ്ടന്റ് അത്യാവശ്യത്തിൽ അധികം കൂടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ കോണ്ടന്റ് കൂടിയിട്ട്, നിങ്ങൾ 7ാം ക്ലാസ് പോലെ കുഞ്ഞു കോണ്ടന്റ് അല്ല. 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അത്യാവശ്യം പഠിക്കാനുണ്ട്. അതെന്താ, സ്വാഭാവികമായിട്ടും നിങ്ങളൊരു ക്ലാസ് എന്താണ് അപ്ഡേറ്റ് ചെയ്യാണ്. പിന്നെ നിങ്ങൾ ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആവാണ്. അപ്പോൾ കുറച്ച് അധികം പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കോണ്ടന്റ് കൂടുന്നത്. അതിന് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ഫാക്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് പേജുകളുടെ എണ്ണം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. 7ാം ക്ലാസ്സിലൊരു ടെക്സ്റ്റ് ബുക്കും 8ാം ക്ലാസ്സിൽ അതേ വിഷയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. എന്നിട്ട് വെറുതെ പേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 8ാം ക്ലാസ്സിൽ കുറച്ച് പേജുകൾ കൂടുതലായിരിക്കും. ആ പേജുകൾ വെറുതെ ഇങ്ങനെ ബ്ലാങ്ക് ഷീറ്റ് ഇട്ട് വെച്ചിട്ടല്ല, അതിലൊക്കെ എന്താണ്, കോണ്ടന്റുകളാണ്, അതിലൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 8ാം ക്ലാസ്സിൽ കുറച്ച് എന്തുണ്ട്, പഠിക്കാനുണ്ട്. ഓക്കെ, ഇനിയും റീസൺ ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞുതരാം. 7ാം ക്ലാസ് വരെ നിങ്ങൾക്ക് ബേസിക് സയൻസാണ് അല്ലേ, ആണ്. പക്ഷെ 8ാം ക്ലാസ്സിൽ എത്തുമ്പോഴും ബേസിക് സയൻസ് ആണ് ടെക്സ്റ്റ് ബുക്ക്. പക്ഷേ അതിൽ 3 ഡിവിഷൻ ഉണ്ട്. അതിലെന്തുണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം, അങ്ങനെ 3 സെപ്പറേറ്റ് ഡിവിഷനായിട്ട് പഠിക്കാനുണ്ട്. ഇതിൻ്റെ 3ൻ്റെയും പരീക്ഷ സെപ്പറേറ്റ് ആയിട്ട് നടക്കുക. സെപ്പറേറ്റ് മീൻസ് ആദ്യം നിങ്ങൾ ഫിസിക്സ് എഴുതും, പിന്നെ കെമിസ്ട്രി എഴുതും, പിന്നെ ബയോളജി എഴുതും. അല്ലാതെ ബേസിക് സയൻസ് എന്ന് പറഞ്ഞാലുള്ള എക്സാം അല്ല. ഫിസിക്സിന് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ, കെമിസ്ട്രിക്ക് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ, ബയോളജിക്ക് വേറൊരു ക്വസ്റ്റ്യൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഈ ബേസിക് സയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പുസ്തകം എന്ത് ചെയ്തിട്ടുണ്ട്, 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ കണ്ടന്റ് കൂടി, പഠിക്കാനുള്ള കാര്യങ്ങൾ കൂടി പ്രശ്നമാണ്. അപ്പം മൊത്തത്തിൽ അത്യാവശ്യത്തിലധികം പഠിക്കാനുണ്ട് എന്ന് കരുതിയിട്ട് അയ്യോ 8ാം ക്ലാസ് സീന് പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്, ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ സിമ്പിളായിട്ട് പഠിക്കാം. കാരണം ഇപ്പോൾ നമ്മളൊക്കെ 8ാം ക്ലാസ് കഴിഞ്ഞ ആളുകളല്ലേ, നമ്മളൊക്കെ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അത് പഠിക്കാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായുള്ളൊരു സ്റ്റഡി പ്ലാൻ, കൃത്യമായുള്ള ഒരു ഫോളോ ബാക്ക്, കൃത്യമായുള്ള ഒരു പാറ്റേൺ കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ സാർ ഞങ്ങൾ കൃത്യമായുള്ള സ്റ്റഡി പ്ലാനും കൃത്യമായുള്ള അതൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടും കൃത്യമായുള്ളൊരു അവലോകനവും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടും? പിന്നെ എന്തിനാ ചേട്ടൻ ജീവിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു തരും. സൈലത്തിൻ്റെ 8ാം ക്ലാസ്സുകാരുടെ പ്രിയപ്പെട്ട ബാച്ചായിട്ടുള്ള യോദ്ധ ബാച്ചിൽ നിങ്ങൾ വളരെ വേഗത്തിൽ അഡ്മിഷൻ എടുക്കുക. ജസ്റ്റ് 3250 ഇതാണ് എന്ത് എമൗണ്ട് വരുന്നത്, ഇൻക്ലൂഡിങ് GST കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ പാക്കപ്പ് ആക്കാൻ പറ്റും. ഓൾറെഡി കുറേ പിള്ളേർ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി വെറുതെ ലാഗ് അടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ പിന്നിലായി മാറും. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, മുന്നിലെത്തണം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കണം, ഉഷാറായിട്ട് സെറ്റാക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ വേഗത്തിൽ അഡ്മിഷൻ എടുക്കുക. ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, മൈൻഡിലുണ്ടാവുക. 8ാം ക്ലാസ് ഒന്ന് ഉഷാറായിട്ട് പഠിക്കണം, എന്നാലും അടുത്ത വർഷം 9ഉം 10ഒക്കെ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ വർഷം NMMS എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്, അതും നമ്മൾക്ക് ക്രാക്ക് ചെയ്യണം. 1,00,000 രൂപ, 50,000-ഓളം രൂപ നമുക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പായിട്ട് കിട്ടും. ചില്ലറയാണോ? അല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതും ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കണം. പണ്ട് ഞാനും പ്രിപ്പയർ ചെയ്തിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതേപോലെ ആവരുത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി കനത്തിൽ പ്രിപ്പയർ ചെയ്തിട്ട് അത് നേടിയെടുക്കണം. നമ്മളെ കൊണ്ടേ പറ്റൂ. ഓക്കെ, സെറ്റാക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നന്ദി നമസ്കാരവും നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട അറക്കൽ. ഗുഡ് ബൈ.